ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു. മോർണിംഗ് ടാസ്കിൽ കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ വേസ്റ്റ് ആയിട്ടുള്ള ചളി പറയണം. ഓരോരുത്തരും വന്നത് വെറുതെ കോമഡി പറയുക. ചളിയായിരിക്കണം, പറഞ്ഞു കേട്ട് തഴമ്പിച്ച് അങ്ങനത്തെ കേട്ട് മടുത്ത അങ്ങനത്തെ സംഭവം. പക്ഷെ അത് കേട്ട് ചിരിക്കാൻ പാടില്ല. അങ്ങനത്തെ വേസ്റ്റ് ആയിട്ടുള്ള ചളി പറയണം. ആരെങ്കിലും ചിരിച്ചാൽ അവർ തോറ്റുപോയി. പക്ഷെ നമ്മൾ പറയുന്ന തമാശ കേട്ട് ഒറ്റ മനുഷ്യർക്ക് പോലും ചിരിക്കാൻ തോന്നിയില്ലേ, അവരാണ് ജയിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും വന്നതെന്ന് പറഞ്ഞപ്പോഴൊക്കെ എല്ലാവരും ചിരിച്ചു. ഇച്ചിരി കൂടുതൽ ചിരിച്ചത് അപ്സരയാണ്. അപ്സര ലാസ്റ്റ് ബിഗ് ബോസ് കളിയാക്കുന്നുണ്ട്, ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞ്. ലാസ്റ്റ് വിജയെ പ്രഖ്യാപിക്കുന്നു. ക്യാപ്റ്റനായ റസ്മിനാണ് പ്രഖ്യാപിക്കുന്നത്. വിജയെ പ്രഖ്യാപിക്കുമ്പോൾ രതീഷാണ് വിജയിയായിട്ട് വന്നത്. കാരണം രതീഷ് പറഞ്ഞൊരു കഥയിൽ ഒരു ചളിയിൽ ആരും ചിരിച്ചില്ലായിരുന്നു. അപ്പോൾ രതീഷാണ് വിജയിയായിട്ട് വന്നത്. അപ്പോൾ വിജയിയായിട്ട് രതീഷിനെ റസ്മിൻ പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് പറയുവാണ്, രതീഷ് മത്സരാർത്ഥിയല്ല, അതുകൊണ്ട് രതീഷിനെ വിജയിയായിട്ട് പറ്റില്ലെന്ന്. അപ്പോൾ റസ്മിൻ പിന്നെ അടുത്ത ആളായ അൻസിബ പറഞ്ഞപ്പോഴാണ് ആൾക്കാർ ചിരിക്കാതെന്ന്. അപ്പോൾ അൻസിബ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. എനിക്കിവിടെ പറയാനുള്ളത്, ഈ രതീഷ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയപ്പം ബിഗ് ബോസിന് അറിയാമല്ലോ രതീഷ് മത്സരാർത്ഥി അല്ലെന്ന്. അപ്പൊ രതീഷ് ഈ വിഷയത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ പോയ പോലത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് ഇത് രാവിലെ കേട്ടപ്പോൾ തോന്നിയത്. കാരണം ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ പറയാം ആ പുള്ളി മത്സരാർത്ഥിയല്ലെന്ന്. നമുക്കറിയാം ഈ രതീഷ് അവിടെ ഗസ്റ്റാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പുള്ളിയെ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാതിരുന്നൂടെ? പങ്കെടുപ്പിച്ചിട്ട് പുള്ളി ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് എടുത്തടിച്ചവൾ പറയാണ് പുള്ളി മത്സരാർത്ഥിയല്ലെന്ന്. പക്ഷെ ഡീസന്റ് ആയിരുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് എങ്കിൽ ബിഗ് ബോസ് എന്ത് ചെയ്യണം? മത്സരാർത്ഥി അല്ലാത്ത രതീഷ് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കണ്ട, വെറുതെ അവിടെ ഇരിക്കാമല്ലോ. അവിടെ കാഴ്ചക്കാരായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഇരിക്കാം. ആ ഒരു അവസരം യൂസ് ചെയ്യണ്ട എന്നേ ഉള്ളൂ. ഇത് പോയി കയറി ചെന്ന് കഥ പറഞ്ഞ് തീരുന്നതിന് വരെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. സമ്മാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും രതീഷ് മത്സരാർത്ഥി അല്ലെന്ന് പറഞ്ഞു. അത് അവരുടെ നിയമമായിരിക്കാം. പക്ഷെ ആദ്യമേ ഇത് പറഞ്ഞൂടെ? വെറുതെ ഇങ്ങനെ ഒരു മനുഷ്യനെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടി. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പം ഈ രതീഷ് എന്തിന് ഈ ബിഗ് ബോസിലോട്ട് രണ്ടാമത് പോയി? ഈ വലിഞ്ഞു കയറി ചെന്നതല്ല എന്ന് ഇന്നലെ പറയുന്നുണ്ട് രതീഷ്. പക്ഷെ ഇങ്ങനത്തെ സീനൊക്കെ കാണുമ്പോൾ ശരിക്കും വലിഞ്ഞു കയറിച്ചെന്ന് നമുക്ക് പോലും തോന്നിപ്പോന്നു പോലെ. ഇങ്ങനെ എന്തിനാണ് പോയി നിൽക്കുന്നത്? എല്ലായിടത്തും ചെന്ന് ഇടപെട്ടിട്ട് അവർക്കാണേലും അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾക്കാണേലും പലപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒരു രീതി. അവർക്ക് അറിയില്ല ഇത് മത്സരാർത്ഥിയാണോ ഗസ്റ്റാണോ. ഇന്നിപ്പോൾ രാവിലെ തീരുമാനമായിട്ടുണ്ട് മത്സരാർത്ഥി അല്ല എന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇനി അവര് അത്രയ്ക്ക് മാറി നിന്നുള്ള ഉപദ്രവിക്കുകയായിരിക്കാം. ഏതായാലും ബിഗ് ബോസ് വരെ രതീഷിനെ കളിയാക്കുന്നതാണ് രാവിലെ കണ്ടത്. ഇന്നലെ വരെ മത്സരാർത്ഥികളായിരുന്നു കളിയാക്കിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ബിഗ് ബോസ് വരെ സദ്യക്ക് വിളിച്ചു വരുത്തിയിട്ട് ഊണില്ലെന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ് ഇന്നിപ്പോൾ രതീഷിനോട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.